ന്യൂട്രൈ. ഗൈസ് ഫസ്റ്റ് മീനിനെ കിട്ടി 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 കിട്ടി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരെ വരാൽ പിടിക്കാൻ പോവുകയാണ്. കൂടുതൽ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പുതിയൊരു ടെക്നിക്കാണ്. സ്റ്റിക്ക് ഉപയോഗിച്ച് എങ്ങനെ വരാൽ പിടിക്കാം. രാത്രി ഈ ബൈക്ക് അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറക്കി കൊടുക്കുന്നു, അത് ചാടി പിടിക്കുന്നു എന്നാണ് നമ്മുടെ ഒരു ഉദ്ദേശം. കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോലെ. പുള്ളി ടോർച്ച് കൊണ്ടുപോകാനും ഞാൻ എൻ്റെ പുറകെ പോകുന്നു. എനിക്ക് നോക്കാം നോക്കാം. സ്റ്റിക്കിൻ്റെ മോൾഭാവം ഒന്നും കാണാൻ പറ്റും. അങ്ങനെ പിടിക്കാതെ മിന്നൽ 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 2-3 പ്രാവശ്യം മിന്നി ഇറങ്ങി. ഇവിടെ നിന്ന് കൊരുത്തോ അവിടെ ഇരിക്കണമെന്ന് പോണ്ടേ. ഇതല്ലെങ്കിൽ മറ്റത് അല്ല, വേറെ ഏതെങ്കിലും ഇവിടെ തന്നെ വിട്ടു. കൊടുത്തോ. ന്യൂട്രൈ. ഫ്രോഗിന് പകരം ഫ്രഷ് മീൻ. നമ്മൾ ഇന്നത്തെ നൈറ്റ് ഫിഷിങ്. ടോർച്ചോടെ മറ്റേ വലിയ ടോർച്ചോടെ ജോലിക്കുന്നു. അനീശൻ എൻ്റെ പോക്കറ്റിൽ. ഇതിനെ ഇവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ കൊണ്ടുവരാം. ഞാനാ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നൈറ്റ് ഫിഷിങ് ഒരു മീനിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇതാ പോകുന്നത്. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇട്ടുകൊടുത്ത ഉടനെ ലോക്ക് ചെയ്യേ. ഗൈസ് ഫസ്റ്റ് മീനിനെ കിട്ടി 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 കിട്ടി. അങ്ങനെ കിട്ടി. നമുക്ക് അങ്ങനെ അതിസാഹസികമായി പുതിയൊരു അറിവിൽ, പുതിയൊരു ടെക്നിക്കിൽ നമ്മൾ പുതിയൊരു മീൻ പിടിച്ച് നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ഇല്ല, ഇതുണ്ട് ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷേ അങ്ങനെ നമ്മുടെ നൈറ്റ് ഫിഷിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് മീൻ തന്നെ നല്ല രാശിയുള്ളൊരു വരാൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത് തന്നെ വലുത്. ഇവിടെ അങ്ങനെ മീൻ കിട്ടിയല്ലോ. അങ്ങനെ നമ്മുടെ ഹെവി സാധനം കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റിക്കിലാണ് നമ്മൾ പിടിച്ചത്. ഈ റോഡിൽ വണ്ടി വരുമ്പോ സൈസ് അത്യാവശ്യം ഹെവി സാധനമാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. അങ്ങനെ വിട്ടോടം തന്നെ അടിച്ചു കേട്ടോ. വേറെ വെയിറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. എന്തോന്നില്ലിടും. ഫസ്റ്റ് മീനാണ്. ഇനി അടുത്ത മീനിലോട്ട് നമുക്ക് പിടിക്കാൻ പോകാം. അടുത്ത മീനും ഇതേ ടെക്നിക്ക്. അയ്യോ, മോട്ടർ താഴെ കിടക്കും. ബാഗ് നാറും. അടുത്ത് നമുക്കിതായി പ്രകാശമുള്ളിടത്തൊരു മീനുണ്ട്. വാലിനെ ഞാൻ കണ്ടു. ഒരുത്തണത്തിന് സ്പോട്ട് ചെയ്ത് അല്ലേ വെയിറ്റ് ചെയ്ത്. എന്തായാലും അവിടെ നിന്ന് നൂലിറക്കി വിടും. ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടാം ഫ്രണ്ടിൽ. എന്നിട്ട് എടുത്ത് അടിക്കണം. പക്ഷെ നമ്മൾ സ്റ്റിക്ക് യൂസ് ചെയ്യണില്ല. എവിടെയാണ് മീൻ നിന്നത്? അകത്തോട്ട് അവിടെ ഒരു മീൻ നിൽക്കുകയാണ്. കാണാൻ പറ്റണം. ലവമ്പച്ചി ആ സൈഡിൽ അതിൻ്റെ അടിയിലോട്ടും എല്ലാം കയറിയിരിക്കുന്നതായിരിക്കും. അങ്ങോട്ട് തന്നെ പോയി.
ഞാൻ ചവറിൻ്റെ അടിയിൽ കയറി കാണും.